ഈ സമയം നമ്മളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത് അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റോയ് മാത്യു അവർകളാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തി, നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. വളരെ സ്നേഹത്തോടെ തുടർന്നുള്ള നിമിഷം ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കാം. നമ്മുടെ കരങ്ങളെ അടിച്ച് കർത്തൃദാസനെ നമുക്ക് സ്വാഗതം ചെയ്യാം. കർത്താവിന് സ്തോത്രം. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കാമോ? എല്ലാവരും പറഞ്ഞില്ല, ഒരിക്കൽ കൂടെ കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കാമോ? ഹല്ലേലൂയ. കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. ആദരണീയനായ കർത്താവിൻ്റെ ദാസന്മാർ, കർത്താവിൻ്റെ വേലയിൽ ഒരു പുരുഷായുസ് മുഴുവനും അധ്വാനിച്ച് മലബാറിന് വേണ്ടി അഹോരാർത്ഥം പ്രവർത്തിച്ച പ്രിയ കർത്താവിൻ്റെ ദാസൻ റവറൻഡ് ഡോക്ടർ വി ടി എബ്രഹാം അവരോടുള്ള കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദിയും ബഹുമാനത്തെ അറിയിക്കുന്നു. വേദിയിലായിരിക്കുന്ന അനേക കർത്താവിൻ്റെ ദാസന്മാരുണ്ട്. പ്രിയ പീറ്റർ പാസ്റ്റർ, അനീഷ് പാസ്റ്റർ, ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്, എൻ്റെ പ്രിയ സ്നേഹിതൻ സഹോദരൻ പ്രിയ ജോ പാസ്റ്റർ, കർത്താവിൻ്റെ ദാസന്മാർ, സി എയുടെ ചുമതലയിലായിരിക്കുന്ന പ്രിയ മജോഷ് പാസ്റ്റർ, പീറ്റർ പാസ്റ്റർ, എൻ്റെ മുമ്പിലായിരിക്കുന്ന ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ കർത്തദാസന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, നിങ്ങളെല്ലാവരെയും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിങ്ങിൽ നിങ്ങളോട് ഒരുമിച്ച് ദൈവവചനം പങ്കുവയ്ക്കാനൊക്കെ കർത്താവ് എനിക്കൊരു അവസരം തന്നു. ഇന്ന് രാത്രി നിങ്ങളോടുകൂടെ അല്പസമയം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഈ രാത്രി തന്നെ എനിക്ക് വേഗത്തിലൊടുന്ന് പോകണം. ഒരുപക്ഷെ മീറ്റിങ്ങിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കിന് സഹോദരന്മാർ പാട്ട് പാടുന്ന സമയം കൊണ്ട് എനിക്ക് ഇവിടുന്ന് ഓടിപ്പോണം. നാളെ രാവിലെ മൂന്നാറിൽ POAPയുടെ ക്യാമ്പ് നടക്കുന്നു. അതിനും കൂടെ പോയിട്ട് വേണം. കഴിഞ്ഞ 8-10 ദിവസമായി കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ക്യാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. ഇന്ന് രാത്രിയിൽ നടക്കുന്ന യാത്രയൊക്കെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. നല്ല മെസ്സേജുകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന മാക്സിമം യൗവനക്കാരാണ്. പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക. എന്നാൽ പോലും പൊതു മീറ്റിംഗ് കൂടെ ആയതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മുടെ മീതെ ഒരു അഭിഷേകത്തിൻ്റെ പകർച്ചയും കൂടെ പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും ദൈവത്തിൻ്റെ അഭിഷേകമില്ലെങ്കിൽ നമ്മളുടെ സകല കാര്യങ്ങളും വൃഥയാണ്. കാരണം കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക, ദൈവം എന്തിനെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ മീതെ കർത്താവ് എന്തു പകരും? എൻ്റെ കൂടെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു വന്നാട്ടെ. ദൈവം എന്തു പകരും? അഭിഷേകം പകരും. ചേർന്ന് പറഞ്ഞ് എന്ത് പകരും? അഭിഷേകം പകരും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തോട് ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു അഭിഷേകത്തിന് വേണ്ടി. ദൈവത്തിൻ്റെ വചനത്തിന് ഭയങ്കര ജീവനാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ഭയങ്കര ശക്തിയുള്ളതാണ്. അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും, എൻ്റെ കൂടെ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞേ, പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കുന്നിടം വരെ തുളച്ചു കയറുന്നതാണ്. വചനത്തിന് ഭയങ്കര ശക്തിയാണ്. ദൈവവചനത്തിന് ഭയങ്കര ശക്തിയാണ്. ഇന്ന് രാത്രി നിങ്ങളോടുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു അഭിഷേകവുമായിട്ട് ബന്ധപ്പെട്ട എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അഭിഷേകം, പെന്തക്കോസ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥവും എന്തുവാണ് ആ കാര്യത്തിനകത്തൂടെ ദൈവം ചെയ്തെടുത്തതോ എന്നുള്ളത് ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. നമുക്കിന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് ഒരു ദൈവവചനത്തിൻ്റെ ഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആരെങ്കിലും ഒരാൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കേ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരിടത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അടുത്ത വാക്യം കൊണ്ട് വായിച്ചാട്ടെ. പെട്ടെന്ന് കൊടിയ കാറ്റ്. ഒരാൾ വായിച്ചാട്ടെ, ഒത്തിരി പേര് വായിക്കുന്നുണ്ട്. വായിച്ചു, സിസ്റ്റർ വായിച്ചു. പെട്ടെന്ന് മതി. നമുക്കതിനകത്തെ നിങ്ങളെല്ലാം ദൈവസഭകളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളാണ്. നിങ്ങളെല്ലാം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറയാമോ? വെരി ഗുഡ്. എന്തുവാണ് പെന്തക്കോസ് എന്ന് പറഞ്ഞാട്ടെ. എന്തുവാണ് പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞേക്കുന്നത്, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. എന്തുവാണ് പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ? പെന്തക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ഫീസ്റ്റാണ്, ഒരു ഉത്സവമാണ്. ദൈവവചനത്തിനകത്ത് എത്ര ഉത്സവങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് പറയാമോ? നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് സംസാരിച്ചോടെ വന്ന ഇന്നലത്തെ പോലെ ദൈവവചനത്തിനകത്ത് എത്ര ഉത്സവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? ഉറക്കെ പറഞ്ഞാട്ടെ. 7 ഉത്സവങ്ങൾ. ഏതൊക്കെ 7 ഉത്സവങ്ങൾ ഒന്ന് പറയാമോ? ഒന്നാമത്തെ ഉത്സവം പാസ് ഓവർ, പെസഹ എന്ന് പറയും. ഈ ഫീസ്റ്റുകളെ കുറിച്ചെല്ലാം പഠിപ്പിച്ചേക്കുന്ന അധ്യായമാണ് ലേവ്യ പുസ്തകം 23-ാം അധ്യായം. ലേവ്യ പുസ്തകം 23-ാം അധ്യായം. ഒന്നെടുത്ത് ലേവ്യ പുസ്തകം 23-ാം അധ്യായം. അതിനകത്തുനിന്ന് ചില കാര്യങ്ങളെ ഞാൻ ദൈവമക്കളെ കാണിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് മുൻപോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുക. ലേവ്യ പുസ്തകം 23-ാം അധ്യായം. അപ്പോൾ ആദ്യമേ നമുക്ക് ചിന്തിക്കാം എത്ര ഫീസ്റ്റുകൾ ഉണ്ടെന്ന് നോക്കാം. ഒന്നാമത്തെ ഫീസ്റ്റ് എൻ്റെ കൂടെ അറിയാവുന്നവരുണ്ട്, പറഞ്ഞേ. ഒന്നാമത്തെ ഫീസ്റ്റ് ഏതാ? പെസഹ. രണ്ടാമത്തെ പെസഹയുടെ ഡേറ്റ് എന്നാണെന്നറിയാമോ? പെസഹയുടെ ഡേറ്റ് ആബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത്. ആബീബ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ മാസപ്രകാരം, ലൂണാർ മാസപ്രകാരം 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത്. രണ്ടാമത്തെ ഫീസ്റ്റ് ഏതാ? രണ്ടാമത്തെ ഫീസ്റ്റ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഏതാ രണ്ടാമത്തെ ഫീസ്റ്റ്? ഏതാ? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, അൺലിവൻ ബ്രെഡ്. എന്ന് തൊട്ട് എന്ന് വരെയാ നടത്തേണ്ടിയേ? 1-ാം മാസം 15-ാം തീയതി തൊട്ട് 7 ദിവസം. നിങ്ങളൊന്നും ഓർത്തോണേ, ഞാനൊരു കാര്യം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ. ആ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ വാക്കിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ ഇതിങ്ങനെ നിങ്ങളെ പഠിപ്പിച്ചു വരുന്നത്. ഒന്നാമത്തെ ഫീസ്റ്റ് എന്നാ? ഒന്നാമത്തെ ഫീസ്റ്റ് ഏതാ? ഒന്നാമത്തെ ഫീസ്റ്റ് ഏതാ? പെസഹ. രണ്ടാമത്തെ ഫീസ്റ്റ് ഏതാ? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. മൂന്നാമത്തെ ഫീസ്റ്റ് ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാൾ. ഈ ഓരോ ഫീസ്റ്റുകൾക്കും ദൈവം ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ ഫീസ്റ്റുകൾക്കും. ഒന്നാമത്തെ ഫീസ്റ്റിന് 14-ാം തീയതി, 1-ാം മാസം 14-ാം തീയതി. രണ്ടാമത്തെ ഫീസ്റ്റിന് 1-ാം മാസം 15-ാം തീയതി തൊട്ട് 7 ദിവസം. മൂന്നാമത്തെ ഫീസ്റ്റിന് യഥാർത്ഥത്തിൽ ജൂയിഷ് കൾച്ചറുകളിൽ കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ് പഠിക്കുമ്പം 18-ാം തീയതിയാണ് വരുന്നത്. ഡേറ്റ് പറഞ്ഞിട്ടില്ല ബൈബിളിൽ പറഞ്ഞേക്കുന്ന ശബത്ത് കഴിഞ്ഞാൽ, പെസഹ കഴിഞ്ഞിട്ടുള്ള ശബത്ത് കഴിഞ്ഞ അടുത്ത ദിവസം എന്നാ പറഞ്ഞേക്കുന്നത്. അടുത്തത് നമുക്ക് വേഗത്തിൽ 7 ഫീസ്റ്റ് ഒന്ന് നോക്കാം. 4-ാമത്തെ ഫീസ്റ്റാണ് ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്. 4-ാമത്തെ ഫീസ്റ്റിന്റെ പേരെന്തുവാ? ഉറക്കെന്ന് പറഞ്ഞേ. ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്. പെന്തക്കോസ് ഫീസ്റ്റ് നടക്കേണ്ടിയ ഡേറ്റ് എന്നാണെന്നറിയാമോ? ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം, എന്നിട്ട് വേണം നമ്മൾ വായിച്ച വാക്യത്തിലോട്ടൊന്ന് വരാം. പെന്തക്കോസ് ഫീസ്റ്റ് നടക്കേണ്ടിയ ഡേറ്റ് പെസഹ കഴിഞ്ഞിട്ടുള്ള. നിങ്ങൾക്ക് ഞാൻ അവിടെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാതെ അവിടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് അതിൻ്റെ സർഫേസിൽ നിന്ന് പറയുക. പെസഹ കഴിഞ്ഞിട്ട് അവിടെ തൊട്ട് 50 ദിവസം എണ്ണണം. 50 ദിവസം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കണക്ക് പെസഹ കഴിഞ്ഞിട്ടുള്ള ശബത്ത് തൊട്ട് 7 ശബത്ത് എണ്ണണം. 7 ശബത്ത് കഴിയുമ്പോൾ 49 ദിവസം വരും. അടുത്ത ദിവസം 50-ാമത്തെ ദിവസമാണ് എന്ത് നടക്കേണ്ടത്? ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്. പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു ഫീസ്റ്റാണ്. ഇനി 5-ാമത്തെ ഫീസ്റ്റ് ഏതാ? 5-ാമത്തെ ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്, കാഹളധ്വനി പെരുന്നാൾ. അത് നടക്കേണ്ടത് 7-ാം മാസം 1-ാം തീയതി. അടുത്ത ഫീസ്റ്റ് നടക്കേണ്ടത് മഹാപാപ പരിഹാര ബലി പെരുന്നാൾ. അത് നടക്കേണ്ടത് എന്നാ? ചെറുക്കാട്ടിയല്ലേ? മഹാപാപ പരിഹാര ബലി പെരുന്നാൾ അത് നടക്കേണ്ടത് എന്നാ? 7-ാം മാസം 10-ാം തീയതി. 7-ാമത്തെ ഫീസ്റ്റ് കൂടാര പെരുന്നാൾ. ഇനി നമുക്ക് ഈ 7 ഫീസ്റ്റുകളുണ്ടല്ലോ. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിലോട്ട് വന്നേ. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിനകത്ത് ഒരു കാര്യം ദൈവം വ്യക്തമായി പഠിപ്പിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു ബൈബിളിൽ 7 ഫീസ്റ്റുകളുണ്ട്. പക്ഷേ ലേവ്യ പുസ്തകം 23-നകത്ത് ഇസ്രയേലിൻ്റെ ഫീസ്റ്റ് എന്നോ വെറും ഒരു ഫീസ്റ്റ് എന്നോ അല്ല എഴുതിയേക്കുന്നത്. അവിടെ എഴുതിയേക്കുന്ന വേർഡ് ഒന്ന് ഉറക്കിയൊന്ന് വായിച്ചേ. ലേവ്യ പുസ്തകം 23-ാം അധ്യായം ഒന്ന് വായിക്കാമോ ആരെങ്കിലും ഒരാൾ? ലേവ്യ പുസ്തകം 23-ാം അധ്യായം 1-ാം വാക്യം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടത്, നിങ്ങൾ അവിടെ നിന്നോണ്ടിയ 4 വാക്കുകൾ നിങ്ങളെ കാണിക്കാൻ പോവാം. 4 വാക്കുകൾ. ഒന്നാമത്തെ വാക്ക്, ഇതാരുടെ ഉത്സവങ്ങളാ? ഇന്ന് രാത്രിയിൽ
ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മേലൊരു അഭിഷേകം നടക്കാൻ. പക്ഷെ നിങ്ങൾ ആ ദൈവവചനത്തിൻ്റെ ആഴങ്ങളൊന്നും മനസ്സിലാക്കിക്കേ. ഇത് ആരുടെ ഫീസ്റ്റാ? എല്ലാവരും കൂടെ ചേർന്നൊന്ന് പറയാമേ, ആരുടെ ഫീസ്റ്റാ? ശബ്ദം കേൾക്കുന്നില്ലല്ലോ, ഉറക്കിയൊന്ന് പറഞ്ഞാട്ടെ. ഇത് ആരുടെ ഫീസ്റ്റാ? ദൈവത്തിൻ്റെ, യഹോവയുടെ ഫീസ്റ്റ്. എല്ലാവരും ചേർന്ന് പറഞ്ഞു, ഇത് ആരുടെ ഫീസ്റ്റാ? യഹോവയുടെ ഫീസ്റ്റ്. അപ്പൊ എഴുതി വെച്ചോ, ഇത് ഇസ്രയേലിന്റെ ഫീസ്റ്റ് അല്ല. ഇത് ആരുടെ ഫീസ്റ്റാ? ദൈവത്തിന്റെ ഫീസ്റ്റ്. 4 വേർഡുകൾ നിങ്ങളെ അവിടുന്ന് കാണിക്കാൻ പോവാ. ഒന്നാമത്തെ വേർഡ്, ഇത് യഹോവയുടെ ഫീസ്റ്റാ. ഇറ്റ് ഈസ് എ ഫീസ്റ്റ് ഓഫ് ദ ലോർഡ്. ഇത് ഇസ്രയേലിന്റെ ഫീസ്റ്റ് അല്ല. ഇത് ആരുടെ ഫീസ്റ്റാ? ഉറക്കെ ഉറക്കെ, യഹോവയുടെ ഫീസ്റ്റ്. രണ്ടാമത്തെ വേർഡ്, അവിടുന്ന് അങ്ങോട്ട് വായിക്കുമ്പം അവിടെ ഒരു വേർഡ് കാണാം. അവിടെ പറഞ്ഞേക്കുന്ന ആ വേർഡ് ഞാൻ എടുത്തു കാണിക്കുക. ഇറ്റ് ഹാസ് എ അപ്പോയിന്റഡ് ടൈം. ഇത് നിശ്ചയിക്കപ്പെട്ട സമയത്തായിരിക്കണം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പം പറഞ്ഞ ഡേറ്റ് മൊത്തമാണ് ലേവ്യ പുസ്തകം 23 കിടപ്പുണ്ട്. ഞാൻ ഇപ്പം പറഞ്ഞ ഡേറ്റ് മൊത്തം, ആ ബീബ് 14-ാം തീയതി സന്ധ്യാസമയം, 15-ാം തീയതി തൊട്ട് 7 ദിവസം രണ്ടാമത്തെ ഫീസ്റ്റ്, അടുത്തത് പെസക കഴിഞ്ഞിട്ടുള്ള ശബത്ത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം ആദ്യബല കറ്റയുടെ പെരുന്നാൾ, ഇങ്ങനെ 50-ാം ദിവസം പെന്തക്കോസ്റ്റ് ഫീസ്റ്റ്. ഇതെല്ലാം കണക്കും. അപ്പൊ ഇതിനെല്ലാം കൂടെ ചേർന്നുള്ള ഒരു രണ്ടാമത്തെ വേർഡാണ് ഇറ്റ് ഹാസ് എ, പറഞ്ഞോ, അപ്പോയിന്റഡ് ടൈം. നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. ഒന്നാമത്തെ വേർഡ് എന്തോ ഞാൻ പഠിപ്പിച്ചേ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഇത് ആരുടെ ഉത്സവമാ? യഹോവയുടെ ഉത്സവം. രണ്ടാമത്തെ വേർഡ്, ഇത് നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. മൂന്നാമത്തെ വേർഡ്, നിങ്ങൾ ഈ ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വരും. നിങ്ങൾ എൻ്റെ കൂടെ വേണം ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ. യു ഹാവ് ടു സെലിബ്രേറ്റ് വിത്ത് മീ. ഇത് നീ എൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യണം. മൂന്നാമത്തെ വേർഡ്, നീ എൻ്റെ കൂടെ ഈ ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യണം. ഞാൻ നിന്റെ മധ്യേ ഇറങ്ങി വരും. ഇപ്പൊ 3 വേർഡ് ഞാൻ പഠിപ്പിച്ചു. പെട്ടെന്ന് പറഞ്ഞേ, എൻ്റെ കൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഇത് ആരുടെ ഉത്സവമാ? യഹോവയുടെ ഉത്സവം. രണ്ടാമത്തെ വേർഡ്, നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. മൂന്നാമത്തെ വേർഡ്, ഇത് ആരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യണം? ദൈവത്തിൻ്റെ കൂടെ. കുഞ്ഞേ, ഈ രാത്രി നിങ്ങൾക്ക് ഈ വേർഡൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാ, ഭയങ്കര ഇമ്പോർട്ടൻ്റാ. കാരണം ഞാൻ ഇന്നലെ ഇസ്രയേലിൻ്റെ ചരിത്രം തൊട്ട് തുടങ്ങി. ഇസ്രയേലിൻ്റെ ചരിത്രങ്ങളുടെ അകത്ത് ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ അവിടുന്ന് ഒരു വാക്കൊന്ന് അടർത്തിയെടുത്തോട്ടെ. ഈ ഫീസ്റ്റിന് ആര് വരാമെന്നാ പറഞ്ഞേ? നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു വന്നേ പെട്ടെന്ന്. ഈ ഫീസ്റ്റിന് ആര് വരാമെന്ന് പറഞ്ഞു? യഹോവ. ഇസ്രയേലിൻ്റെ ആൾക്കാർ പറയുക, ഞങ്ങളെ പലപ്പോഴും ശത്രു ഉപദ്രവിക്കാൻ ഞങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഡേറ്റ് അവർ ഭയങ്കര കാൽക്കുലേറ്റ് ചെയ്തിട്ട്, ശത്രു കാൽക്കുലേറ്റ് ചെയ്തിട്ട് തെരഞ്ഞെടുക്കുന്ന ഡേറ്റ് പലപ്പോഴും ഫീസ്റ്റുകളുടെ അന്നാ. ഞാൻ ഒരു ഡേറ്റ് പറയാം. 1967 1973 ഒക്ടോബർ 6 ഒരു യുദ്ധം നടന്നു. ഭയങ്കര ഒരു യുദ്ധം നടന്നു, ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധം. ആ യുദ്ധത്തിന് വിളിക്കുന്ന പേരാണ് യോം കിപ്പൂർ വാർ. ആ യുദ്ധത്തിന് വിളിക്കുന്ന പേരാണ് യോം കിപ്പൂർ വാർ. എന്തോ യോം കിപ്പൂർ വാർ എന്ന് പറഞ്ഞ? യോം കിപ്പൂർ എന്ന് പറഞ്ഞ ഫീസ്റ്റ് ഓഫ് അറ്റോൺമെന്റ് എന്ന വേർഡിന്റെ അർത്ഥം മഹാപാപ പരിഹാര ബലി. ഇസ്രയേലിനെ 5 രാജ്യങ്ങൾ ഒരുമിച്ച് ഉപദ്രവിക്കാൻ തെരഞ്ഞെടുത്തത് ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ്. 1973 ഒക്ടോബർ 4 അല്ല മോനെ, ഒക്ടോബർ 6. അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തുവാ? നമ്മൾ ഫോളോ ചെയ്യുന്നത് സോളാർ കലണ്ടറാ. യഹൂദൻ ഫോളോ ചെയ്യുന്നത് ലൂണാർ കലണ്ടറാ. സോളാർ ലൂണാർ മനസ്സിലായോ? ഒരു ചെറുക്കനോട് ഞാൻ ചോദിച്ചു, മോനെ എന്തുവാടാ സോളാർ എന്ന് ചോദിച്ചോ? അവൻ പറഞ്ഞു സോളാർ എന്ന് പറഞ്ഞാൽ സരിതയുടെ കാര്യമാണെന്ന്. ലൂണാർ എന്തുവാന്ന് ചോദിച്ചു? അവൻ പറഞ്ഞു ലൂണാർ എന്ന് പറഞ്ഞാൽ ചെരുപ്പിന്റെ കാര്യമാണ്. സോളാർ എന്ന് പറഞ്ഞാൽ സൂര്യനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കലണ്ടർ. ലൂണാർ എന്ന് പറഞ്ഞാൽ മൂണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കലണ്ടർ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. യഹൂദനെ ഉപദ്രവിക്കാൻ തെരഞ്ഞെടുത്ത ഡേറ്റ് എന്നാ? 1973
ഒക്ടോബർ 6 അവനെ ഉപദ്രവിക്കാൻ തിരഞ്ഞെടുത്തു. അപ്പൊ അവൻ പറയുക, ഈ ശത്രു എന്ന് ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ, അവർ വല്ലാത്ത ഡേറ്റാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം അന്നത്തെ ദിവസം ശത്രു ഓർത്തു ഇസ്രയേലിന്റെ ആൾക്കാരെല്ലാം ഫീസ്റ്റിന് അവൻ ആലയത്തിൽ സെലിബ്രേറ്റ് ചെയ്യണം. പുറപ്പാട് പുസ്തകത്തിൽ കിടപ്പുണ്ട്, നിങ്ങൾ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കയറി വരണം. സംവത്സരത്തിൽ 3 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 3 പ്രധാനപ്പെട്ട ഫീസ്റ്റിന, പെസഹ, പെന്തക്കോസ്, യോം കിപ്പൂർ, 3 ഫീസ്റ്റുകൾക്ക് നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം. ഇസ്രയേലിന്റെ ആൾക്കാർ, പട്ടാളക്കാരും അവരുടെ പടയാളികളും എല്ലാം ദൈവത്തെ ആരാധിക്കാൻ സമാഗമന കൂടാരത്തിൽ അല്ലെങ്കിൽ യെരൂശലേമിൽ വന്ന സമയം നോക്കിയ ആരാക്രമിക്കാൻ തെരഞ്ഞെടുത്തേ? മനസ്സിലാകുന്നുണ്ടെങ്കിൽ പറഞ്ഞേ, ആരാക്രമിക്കാൻ തെരഞ്ഞെടുത്തേ? ശത്രു. PLOയുടെ നേതൃത്വത്തിലുള്ള ശത്രു തെരഞ്ഞെടുത്തത്. പക്ഷേ അന്ന് ഇസ്രയേൽ അങ്ങോട്ട് പോയി ഒരു അടി കൊടുത്തിട്ട്, ഒരു ഭയങ്കര അടിയായിരുന്നു അടി, അവരെ തകർത്ത് കളഞ്ഞു. പക്ഷെ അതിനെക്കുറിച്ചുള്ള വോഡിയാ നിങ്ങളുടെ മുമ്പിൽ എടുത്തു കാണിക്കാൻ വേണ്ടി പോവാ. അവർ പറയുക, എന്ന് ഞങ്ങളുടെ പട്ടാളക്കാരെല്ലാം ഇങ്ങ് സമാഗമന കൂടാരത്തിൽ വന്നു ഓർത്താ ഞങ്ങളെ ആക്രമിക്കാൻ വന്നതെങ്കിലും ഞങ്ങളുടെ മധ്യേ ഞങ്ങൾ ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആരും അറിയാത്ത മറ്റൊരാള്, അന്ന് ഞങ്ങളുടെ ബുദ്ധി കൂടുതലാ, അന്ന് ഞങ്ങളുടെ ശക്തി കൂടുതലാ, അന്ന് ഞങ്ങളുടെ ബലവും ഞങ്ങളുടെ സകല കഴിവും കൂടുതലാണ്. കാരണം ഞങ്ങളുടെ കൂടെ ആര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞേ കുഞ്ഞുങ്ങളെ, ഞങ്ങൾ ദൈവം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ലേവ്യ പുസ്തകം 23 വേർഡുകൾ പെട്ടെന്ന് പറഞ്ഞേ. ഒന്നാമത്തെ വേർഡ് പറഞ്ഞേ. ഇത് ആരുടെ ഉത്സവമാ? യഹോവയുടെ ഉത്സവം. രണ്ടാമത്തെ വേർഡ്, ഇറ്റ് ഹാസ് എ അപ്പോയിന്റഡ് ടൈം. മൂന്നാമത്തെ വേർഡ്, നീ എൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യണം. നീ ഇത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിന്റെ മധ്യ വരാം. മൂന്നാമത്തെ വേർഡ്, നിങ്ങളെല്ലാം അത് ശ്രദ്ധിച്ച് കേൾക്കണം. മൂന്നാമത്തെ വേർഡ്, അവിടെ പറഞ്ഞേക്കുന്ന വേർഡ് ഇംഗ്ലീഷിലുള്ളത് ഹോളി കോൺവക്കേഷൻ എന്നാണ്. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന ഹോളി കോൺവക്കേഷൻ എന്നാണ്. പക്ഷെ അതിൻ്റെ റൂട്ട് ലാംഗ്വേജിൽ എഴുതിയേക്കുന്നത് മിക്ര എന്നൊരു വേർഡാ. മിക്ര. ആ മിക്ര എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം ഞാൻ പറയാൻ പോവാം. മിക്ര എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം ഇങ്ങനെ, അതിന്റെ മറ്റൊരു വേർഡ് ഇങ്ങനെ, ദിസ് ഇസ് എ റിഹേഴ്സൽ. ഇതൊരു റിഹേഴ്സലാ. എന്തുവാ? ഇതൊരു റിഹേഴ്സൽ. എഴുതി വെച്ചോ, ഇതൊരു റിഹേഴ്സലാ. 4 വേർഡ് ഞാൻ പെട്ടെന്ന് പറയാൻ പോവാം. ഇത് ആരുടെ ഉത്സവമാ? യഹോവയുടെ ഉത്സവം. അടുത്ത രണ്ടാമത്തെ വേർഡ്, നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. മൂന്നാമത്തെ വേർഡ്, ഇത് എൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യണം. നാലാമത്തെ വേർഡ്, പെട്ടെന്ന് പറഞ്ഞോ, ഇതൊരു റിഹേഴ്സലാ. എന്തുവാണ് റിഹേഴ്സൽ എന്ന് പറഞ്ഞ? പെട്ടെന്ന് പറഞ്ഞോ, എന്തുവാണ് റിഹേഴ്സൽ എന്ന് പറഞ്ഞ? പറഞ്ഞു കുഞ്ഞുങ്ങൾ, എന്തുവാ? നിങ്ങൾ സൺഡേ സ്കൂളിലൊക്കെ ആനിവേഴ്സറി വരുമ്പോൾ റിഹേഴ്സൽ ചെയ്തിട്ടില്ലേ? എന്തുവാ റിഹേഴ്സൽ എന്ന് പറഞ്ഞ? വരാൻ പോകുന്ന ഒരു വലിയ ഇവന്റിന് മുമ്പേ പ്രാക്ടീസ് ചെയ്യുന്നതിനെയാണ് റിഹേഴ്സൽ എന്ന് പറഞ്ഞത്. എല്ലാവരും ചേർന്ന് പറഞ്ഞ വേർഡ് പറഞ്ഞേ, റിഹേഴ്സൽ. ഉറക്കിയെന്ന് പറഞ്ഞേ, റിഹേഴ്സൽ. എന്തുവാ റിഹേഴ്സൽ? വരാൻ പോകുന്ന വലിയൊരു ഇവന്റിന് മുമ്പേ പ്രാക്ടീസ് ചെയ്യുന്നതിനെയാണ് റിഹേഴ്സൽ എന്ന് പറയുന്നത്. ഞാൻ ഇനി പറയാൻ പോവാം. ഫീസ്റ്റിന്റെ തുടക്കം, അതിനകത്തൊരു ഡേറ്റ് ഉണ്ട്. അത് കാണിക്കാനാണ് വരുന്നത്. അതിനകത്തൊരു ഡേറ്റ് ഉണ്ട്, നിങ്ങൾ എഴുതി വെച്ചോ. ദൈവം എന്തെങ്കിലും ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ദൈവം സമയം തെറ്റി അത് ചെയ്യത്തില്ല. അവൻ അവൻ്റെ സമയത്ത് ചെയ്തിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രാമൻ പറഞ്ഞേ, ദൈവം എങ്ങനെ ചെയ്യും? സകലവും അതിൻ്റെ സമയത്ത് ചെയ്യും. ദൈവം സമയം തെറ്റി ഒരിക്കലും ഒരു കാര്യം ചെയ്യത്തില്ല. അപ്പം ഞാനത് കാണിച്ചു തരാൻ വേണ്ടി പോവാം. ഞാൻ ഈ പെന്തക്കോസ് എന്ന് പറഞ്ഞ വേർഡ് മാത്രം നിങ്ങളൊന്ന് പഠിപ്പിക്കുക. ഇസ്രയേൽ മക്കൾ മിസ്രൈമിലായിരുന്ന കാലഘട്ടം 430 സംവത്സരമായിരുന്നു. 430 സംവത്സരം കഴിഞ്ഞിട്ട് ദൈവം അവരെ പുറത്തെടുക്കുന്ന സമയത്ത് 9 ബാധ കഴിഞ്ഞു. ദൈവം പറഞ്ഞു, ഇനി ഒരു ബാധയും കൂടെ ഉണ്ട്. ആ ബാധ നിന്നെ തൊടാതിരിക്കണമെങ്കിൽ
നീയും ഞാനും കൂടെ ഒരു കവനന്റ് വരണം. നീയും ഞാനും കൂടെ ഒരു ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യണം. ആ ഫീസ്റ്റിന് ആര് വരാമെന്നാ പറഞ്ഞേക്കുന്നേ? പെട്ടെന്ന് പറഞ്ഞേ. ദൈവം ഇറങ്ങി വരാം. ഇത് ആരുടെ ഉത്സവമാ? യഹോവയുടെ ഉത്സവം. ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യണം. നിശ്ചയിക്കപ്പെട്ട സമയത്ത് ദൈവം സമയം പറഞ്ഞു കൊടുത്തു. പുറപ്പാട് 12 ദൈവം പറഞ്ഞു കൊടുത്ത സമയം ഇതാ. ഈ മാസങ്ങളുടെ ആരംഭമായ ആബീവായിരിക്കണം. ഈ മാസം 10-ാം തീയതി ഒരാടിനെ കയറ്റി വീട്ടിൽ കെട്ടണം. 14-ാം തീയതി സന്ധ്യാസമയത്ത് നീ അതിനെ അറക്കണം. നിങ്ങൾക്കറിയാമോ, ഇത് മൊത്തം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണിക്കുന്നേ. ഒന്ന്, ആബിമാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് തന്നെ അറക്കണം. ആ ആട് ഊനമില്ലാത്തതായിരിക്കണം, ആണാടായിരിക്കണം. അതിൻ്റെ സ്കിൻ എടുത്ത് കളഞ്ഞ് അതിൻ്റെ അസ്ഥികളൊന്നും ഒടിക്കാതെ അതിനെ തീയിൽ ചുട്ടതായിട്ട് അതിനെ നീ കയ്പ് ചീരയോടും പുളിപ്പില്ലാത്ത അപ്പത്തോടും അരകെട്ടി ചെരുപ്പിട്ട് വടി പിടിച്ച് തിടുക്കത്തോടെ നീ ഇത് കഴിക്കണം. അന്ന് രാത്രി നീ ആടിൻ്റെ രക്തമെടുത്ത് എവിടെയൊക്കെ പുരട്ടണം? പറഞ്ഞോ. കട്ടളക്കാലുകളുടെ മേലും കുറുമ്പടികളുടെ മേലും, കട്ടളക്കാലുകളുടെ മേലും നീ ഇന്ന് രാത്രി രക്തം പുരട്ടി ആ ആടിനെ തീയിൽ ചുട്ടതായിട്ട് നീ ഇന്ന് രാത്രി എൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിന്റെ മധ്യേ, മനസ്സിലാവുന്നവരുണ്ടെന്ന് പറഞ്ഞേ. നിങ്ങളൊരു കാണിക്കാം, ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ചേർന്നെടുത്തേ. ഒന്ന് പറഞ്ഞേ, ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യേ, ഉറക്കെ പറ, ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യേ ഇറങ്ങി വരും. 430 സംവത്സരം ഇസ്രയേലിനെ വിടത്തില്ലെന്ന് പറഞ്ഞ ആ ഫറവോനെ അവൻ്റെ ദേവന്മാരുടെ മീതെയും ന്യായവിധി നടത്താൻ ദൈവം അന്ന് രാത്രി അവിടേക്ക് ഇറങ്ങി വന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അന്ന് രാത്രി ദൈവം അവിടേക്ക് ഇറങ്ങി വന്നു. ദൈവം അവിടെ ഇറങ്ങി വന്ന് രക്തം അടയാളമായി കാണാത്ത സകല വീടുകളുടെ മീതെ, ഒന്നിയിൽ മനുഷ്യൻ്റെ ആദിജാതനാകട്ടെ അല്ലെ മൃഗത്തിൻ്റെ ആദിജാതനാകട്ടെ, മരിക്കാത്തതായ ഒറ്റ വീടുകളില്ല. സകല വീടുകളിലും മരണം നടന്നു കേട്ടോ. സകല വീടുകളിലും മരണം നടന്നു. രക്തം അടയാളമായി കാണാത്ത സകല വീടുകളിലും മരണം നടന്നു. അന്ന് രാത്രിക്ക് രാമാനം ഫറവോൻ മോശെ അഹരോനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഈ രാത്രി കൊണ്ട് നിങ്ങൾ പൊക്കോ, ഒറ്റ ആള് പോലും ഇവിടെ നിൽക്കല്ലേ. ഈ പുള്ളി പല പ്രാവശ്യം വാക്ക് മാറ്റിയതാ. ആദ്യമേ പറഞ്ഞു, നിങ്ങൾ പുരുഷന്മാരെല്ലാം പോയി ആരാധിച്ചിട്ട് വാ, നിങ്ങളുടെ സ്ത്രീകളും കുഞ്ഞുകുട്ടികളും ഒക്കെ ഇവിടെ ഇരിക്കട്ടെ. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ അപ്പനും അമ്മയും പോയി ആരാധിച്ചിട്ട് വാ. മൂന്നാമത് പുള്ളി വാക്ക് മാറ്റി. പക്ഷേ രക്തം വെളിപ്പെട്ട അന്ന് അവൻ എന്തോ പറഞ്ഞേ? എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. രക്തം വെളിപ്പെട്ട അന്ന് എന്തോ പറഞ്ഞേ? അന്ന് രാത്രി ആരവിടെ ഇറങ്ങി വന്നു? എൻ്റെ കൂടെ മനസ്സിലാകുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ വേഗത്തിലൊന്ന് പറഞ്ഞു തന്നേ. അന്ന് രാത്രി ആരവിടെ ഇറങ്ങി വന്നു? ഉറക്കെ പറഞ്ഞേ കുഞ്ഞേ. ദൈവം അവിടെ ഇറങ്ങി വന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആ പെസക കാണിക്കുന്നേ. ദൈവം അവിടെ ഇറങ്ങി വന്നു. ഇനി എൻ്റെ ചോദ്യം, ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുക. ദൈവം അവിടെ ഇറങ്ങി വന്ന്, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് മിസ്രൈമാണെന്ന് വെച്ചോ, ഇത് മിസ്രൈമാണെന്ന് വെച്ചോ. ദൈവം മിസ്രൈമിനെ എന്തോ എടുത്തെന്നറിയാമോ? ഇളക്കി കളഞ്ഞു. എൻ്റെ കൂടെ ഓടെന്ന് പറഞ്ഞ് എന്തോ ചെയ്തു? ഉറക്കെ പറഞ്ഞേ. മിസ്രൈമിന് പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു കേട്ടോ. മിസ്രൈമിന് പിടിച്ചു വെക്കുന്നത്. അന്ന് രാത്രി ദൈവം ഇറങ്ങി വന്നു. എന്തോ ഫീസ്റ്റിന്റെ പ്രമാണം എന്തുവാ? പ്രമാണം പിന്നാ കിട്ടുന്നേ. ലേവ്യ പുസ്തകത്തിൽ പ്രമാണം മോശയിൽ കൂടെ കൊടുക്കുക. പക്ഷെ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് പുറപ്പാട് പുസ്തകം 12 തൊട്ടാ. ആ സെലിബ്രേഷൻ ലേവ്യ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രമാണം എന്തുവാ? ഇത് ആരുടെ ഉത്സവമാ? ഉറക്കെ പറ മക്കളെ. യഹോവയുടെ ഉത്സവം. എപ്പോഴെങ്കിലും നിനക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ആര് നിശ്ചയിച്ച സമയത്ത് സെലിബ്രേറ്റ് ചെയ്യണം? മക്കളെ ഉറക്കെ പറ. ദൈവം നിശ്ചയിച്ച സമയത്ത് ആര് നിന്റെ നടുവിൽ അന്ന് ഇറങ്ങി വരും? നീ സെലിബ്രേറ്റ് ചെയ്യുമ്പോ പറഞ്ഞോ, ദൈവം ഇറങ്ങി വരും. അന്ന് എന്തുവാണ് ആ വേർഡ് ഞാൻ പറഞ്ഞേ? റിഹേഴ്സല. ഇത് വരാൻ പോകുന്ന ഒരു മെയിൻ ഇവന്റിന്റെ എന്തുവാ ആ വേർഡ് എന്ന് പറഞ്ഞേ? റിഹേഴ്സൽ. അന്ന് ദൈവം ഇറങ്ങി വന്ന മിസ്രൈമിനെ എന്തോ എടുത്തു? പറഞ്ഞ മക്കളെ ദൈവവചനം എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ? ഭയങ്കര ബ്യൂട്ടിഫുള്ളാ. നമ്മൾ എന്തോ പെൻഡക്കോസ് എന്ന് അറിയണമെങ്കിൽ ഇവിടം തൊട്ട് പഠിച്ചു വരണം. ഞാൻ സമയത്തിനകത്ത് ഓടിപ്പോവാ. നിങ്ങൾ പെട്ടെന്ന് എൻ്റെ കൂടെ വന്നേ.
ഇന്ന് നിർത്തുന്നതിന് മുമ്പേ വചനത്തിൻ്റെ ജീവനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നിങ്ങളുടെ അകത്ത് കയറി ഇസ്രയേലിനെ ദൈവം എങ്ങനെ പുറത്തെടുത്തോ, ഞാൻ പറയാൻ വരുന്നത് അതിനെക്കാട്ടിലും ശ്രേഷ്ഠകരമായ ജനമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങൾ സ്തോത്രം പറയാനോ പറയിപ്പിക്കാനോ അല്ല, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ജനം അതിനെക്കാട്ടിലും ശ്രേഷ്ഠതയുള്ള ജനമാണ്. ദൈവത്തിന് അവരെ അനുഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കാൻ പറ്റും. നിന്നോട് ദൈവം നമ്മളെ വിളിച്ചതെങ്കിൽ അവൻ കൈവിടത്തില്ല, അവൻ സമയം തെറ്റുകയും ചെയ്യത്തില്ല. അവൻ്റെ സമയത്ത് അവൻ ചെയ്തിരിക്കും. മിസ്രൈമിലേക്ക് ദൈവം ഇറങ്ങി വന്നു. എന്തു പറ്റി? ആ വേർഡ് പറഞ്ഞേ. മിസ്രൈമിനെ എന്തോ ചെയ്തു? ആ വേർഡ് ഉറക്കെ പറ. മിസ്രൈമിനെ ഇളക്കിക്കളഞ്ഞു. അന്ന് രാത്രിക്ക് രാമാനം ഇസ്രായേൽ മക്കളെ അവർ ഓടിച്ചു കളഞ്ഞു. പൊക്കോ, ഇവിടെ നിൽക്കല്ലേ, ഓടിപ്പോക്കോ. അന്ന് രാത്രിക്ക് തന്നെ അവരെ ഓടിച്ചു കളഞ്ഞു. ആ വേർഡ് വീണ്ടും പറഞ്ഞേ. മിസ്രൈമിനെ എന്തോ എടുത്തു? മിസ്രൈമിനെ എല്ലാരും പറയുന്നില്ലല്ലോ. രക്തം വെളിപ്പെട്ട അന്ന് മിസ്രൈമിനെ എന്തോ എടുത്തു? ഉറക്കെ പറഞ്ഞേ. ഇളക്കിക്കളഞ്ഞു. ചോദ്യം നമ്പർ 1, ഇത് റിഹേഴ്സൽ ആയിരുന്നോ? അല്ലായിരുന്നോ? ഇത്ര നേരം ഞാൻ പഠിപ്പിച്ചത് എന്തുവാണ്? ഇത് റിഹേഴ്സൽ ആയിരുന്നോ? ഇത് റിഹേഴ്സൽ ആയിരുന്നോ അല്ലായിരുന്നോ? ആയിരുന്നോ? ആണെങ്കിൽ ധൈര്യമായിട്ട് ഉറക്കെ പറ. ഇത് റിഹേഴ്സൽ ആയിരുന്നോ? അടുത്ത ചോദ്യം, റിഹേഴ്സലിന് ശക്തി ഉണ്ടായിരുന്നോ? റിഹേഴ്സലിന് പവർ ഉണ്ടായിരുന്നോ? എത്ര പവർ ഉണ്ടായിരുന്നു? വെരി ഗുഡ്. എത്ര പവർ ഉണ്ടായിരുന്നു? വേർഡ് പറഞ്ഞോ ഒരിക്കൽ കൂടെ. ഇത് റിഹേഴ്സൽ ആയിരുന്നോ? ഈ ആട്ടുകൊറ്റന്റെ രക്തം വെളിപ്പെട്ടത് റിഹേഴ്സൽ ആയിരുന്നോ? റിഹേഴ്സലിന് പവർ ഉണ്ടായിരുന്നോ? ഈ പവർ, എത്ര പവർ ഉണ്ടായിരുന്നു? എത്ര ശക്തി ഉണ്ടായിരുന്നു? ഉറക്കെ പറ. മിസ്രൈമിനെ മുഴുവനും ഇളക്കാനുള്ള ശക്തി റിഹേഴ്സലിന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ റിഹേഴ്സലിനെ അന്ന് വിടുവിക്കപ്പെട്ടവരാണോ, നമ്മൾ ഒറിജിനലിനെ അന്ന് വിടുവിക്കപ്പെട്ടവരാണോ? റിഹേഴ്സലിന് ഇത്രയും പവർ ഉണ്ടായിരുന്നെങ്കിൽ ഒറിജിനൽ എത്ര പവർ കാണും? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ റിഹേഴ്സലിന് വിടുവിക്കപ്പെട്ടവരാണോ, നിങ്ങൾ ഒറിജിനലിനെ അന്ന് വിടുവിക്കപ്പെട്ടവരാണോ? റിഹേഴ്സലിന്റെ അന്ന് 30 ലക്ഷം വരുന്ന ജനത്തെ ഫറവോന് തൊടാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ശക്തിയോടെ വിളിച്ചു പറയുക, മലബാറിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവിനും ഈ മലബാറിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ യാതൊരു ശക്തികൾക്കും, നമ്മുടെ ദേശത്ത് വ്യാപരിക്കുന്ന യാതൊരു ശക്തികൾക്കും യേശുവിന്റെ രക്തത്തിന്റെ അകത്ത് മുദ്രയിടപ്പെട്ട ഒന്നിനെ, കുഞ്ഞെ നീ അത് വിശ്വസിക്ക. നീ റിഹേഴ്സലിന്റെ അന്ന് വിടുവിക്കപ്പെട്ടവരല്ല. നമ്മൾ റിഹേഴ്സലിന്റെ അന്ന് വിടുവിക്കപ്പെട്ടവരല്ല. നമ്മൾ എന്ന് വിടുവിക്കപ്പെട്ടവരാ? അയ്യോ ഉറക്കെ പറഞ്ഞേ. ഒറിജിനലിന്റെ അന്ന്. ഒറിജിനലിന് ദൈവം മിസ്രൈമിനെ അല്ല ഇളക്കിയേ. ദൈവം ആകാശത്തെയും ഭൂമിയെയും പാതാളത്തെയും നരകത്തെ ഇളക്കി. കേട്ടോ, എഫേസ്യ ലേഖനത്തിലെ വാക്യങ്ങളൊക്കെ ഞാൻ കണക്ട് ചെയ്യുന്നില്ല, അത് ഒത്തിരി സമയമെടുക്കും. അപ്പൊ ഫീസ്റ്റിന്റെ അന്ന് ഇസ്രായേൽ മക്കളെ വിടുവിച്ചു. നിങ്ങളത് എഴുതി വെച്ചോ. എന്നാ അവർ ഇറങ്ങിയെന്നറിയാമോ? ആബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്തായിരുന്നു പെസഹ. പക്ഷെ അവർ ഇറങ്ങിയത് സന്ധ്യാസമയത്തല്ല. അന്ന് അർദ്ധരാത്രിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 15-ാം തീയതി തൊട്ടാണ് അവർ യാത്ര തുടങ്ങിയത്. സംഖ്യാപുസ്തകം 33 പറഞ്ഞിട്ടുണ്ട്. ആബീബ് മാസം 15-ാം തീയതി തൊട്ട് അവർ യാത്ര തുടങ്ങി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ വേഗത്തിൽ പറഞ്ഞേ. 15-ാം തീയതി തൊട്ട് യാത്ര തുടങ്ങി ഇങ്ങനെ അങ്ങോട്ട് വരിക. ഓടി വരട്ടെ, യാത്രയ്ക്കകത്തോടെ നമുക്ക് ഓടിപ്പാ. ഇസ്രായേൽ മക്കൾ 4-ാമത്തെ സ്റ്റേഷൻ വന്നപ്പോഴാ ചെങ്കടൽ വന്ന്. അതിന് മുമ്പേ പെട്ടെന്ന് ഇസ്രായേൽ മക്കൾ മരുഭൂമികൾ ഉഴലുക. അവർക്ക് വഴി അറിയത്തില്ല. ഇടത്തോട്ട് തിരിയണമെങ്കിൽ മേഘം ഇടത്തോട്ട് തിരിയണം, വലത്തോട്ട് തിരിയണമെങ്കിൽ ആര് തിരിയണം? പറഞ്ഞോ. മേഘം വലത്തോട്ട് തിരിയണം. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമാ അവരെ നടത്തിയത്. അവരെവിടെങ്കിലും താമസിക്കണമെങ്കിൽ മേഘം താണ് കാണണം.
അവരെവിടുന്നെങ്കിലും കൂടാരത്തിൻ്റെ കുറ്റി ഊരണമെങ്കിൽ മേഘം ഉയർന്നു കാണണം, എങ്കിൽ മാത്രമേ അവർക്ക് പോയി അടുത്ത പാളയത്തിൽ പോയി താമസിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ അവരെ നടത്തി. മിസ്രയേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് റംസേസ്. അവിടെ നിന്നോട്ട് ഇറങ്ങി 4ാമത്തെ സ്റ്റേഷനാണ് പീഹ ഹരിഹോത്ത്, അല്ലെ ചെങ്കടലിൻ്റെ അടുക്കൽ. കേട്ടോ, അന്യഭാഷയല്ല, അത് സ്ഥലത്തിൻ്റെ പേരാണ്. ചെങ്കടലിനടുക്ക വന്ന് നിൽക്കുക. ചെങ്കടൽ അങ്ങോട്ട് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല. ആ സമയത്താണ് ഫറവോനും സൈന്യവും വരുന്നത് കണ്ട്. ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങളത് കേട്ടിട്ടുണ്ട്. ആ ചെങ്കടലിനെ ഒറ്റ രാത്രിയും കൊണ്ട് വിഭജിച്ച് ദൈവം ഇസ്രായേൽ മക്കളെ അക്കരെ കയറ്റി. ദൈവം ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ ചില ട്രെയിനിങ്ങുകൾ ചെയ്യും. നമ്മളെ ഇറങ്ങിയവരെ പോലെ അക്കരെ എത്തിക്കത്തില്ല. ദൈവം അക്കരെ എത്തിക്കത്തില്ല. വേഗത്തിൽ അവിടെ നിന്നും പോട്ടെ. ഇസ്രായേൽ മക്കളുടെ ചെങ്കടൽ വിഭജിച്ചു. പർവ്വതങ്ങൾ ഇവരെ പിടിച്ചു, പർവ്വതങ്ങൾ ഇവരെ അടച്ചു. ഇനി അക്കരെ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ ഫറവോൻ വന്നേ. ഫറവോനും അവൻ്റെ സൈന്യവും ഇസ്രായേൽ മക്കളെ പിടിക്കാൻ വന്നു. അന്ന് രാത്രി ദൈവം ചെങ്കടൽ തുറന്ന് അക്കരെ കയറി. ഇവിടെ നിന്നുകൊണ്ട് നടന്ന് അവിടെ വേഗത്തിൽ നടന്ന് ഇസ്രായേൽ മക്കൾ അടുത്ത സ്ഥലത്ത് മാറായിലെത്തി. മാറായിൽ നിന്നുകൊണ്ട് ഏലീമിലെത്തി. ഇങ്ങനെ 11ാമത്തെ സ്റ്റേഷനിലെത്തി. 10ാമത്തെ സ്റ്റേഷൻ എന്ന് പറയുന്നത് സീൻ മരുഭൂമി എന്നാ വന്നതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കണക്ക്. നിങ്ങളോട് ഞാൻ പറയുന്ന വേർഡുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവം എവിടെയോട്ടെങ്കിലും കൊണ്ടുപോയാൽ നിന്നെ സമയം തെറ്റി കൊണ്ടുപോകത്തില്ല. ദൈവം എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ യൗവനകാലത്ത് ചെയ്യാൻ തീരുമാനിച്ചാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെയും അവൻ്റെ അഭിഷേകത്തിൻ്റെ കൂടെ നടന്നാൽ അവൻ തക്ക സമയത്ത്. ആ വോട് ഞാൻ വീണ്ടും പറയാം. നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴിലാണ് നടക്കുന്നതെങ്കിൽ, ദൈവം സമയം തെറ്റി ചെയ്യത്തില്ല. നിന്നെക്കുറിച്ച് 17ാമത്തെ വയസ്സിൽ 20ാമത്തെ വയസ്സിൽ ദൈവം എന്താഗ്രഹിക്കുന്നോ അവിടേക്ക് ദൈവം നിന്നെ എത്തിച്ചിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി സീൻ മരുഭൂമിയിൽ എത്തിയത് പുറപ്പാട് 16 പറഞ്ഞിട്ടുണ്ട്. 16 അവിടെ പറഞ്ഞേക്കുന്നു, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ എത്രാം മാസമാ? 1-ാം മാസം. എന്തോ എഴുതിയേക്കുന്ന വേർഡ് ഒന്ന് വായിച്ചേ. 1-ാം മാസം എത്രാം തീയതി എത്തി? 2-ാം മാസം 15. 1-ാം മാസമല്ല, 2-ാം മാസം 15-ാം തീയതി എത്തി. അപ്പൊ 2-ാം മാസം 15 എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം എത്ര ദിവസമായെന്നറിയാമോ? ചോദിച്ചിട്ട് പോകുന്നില്ല. 30 ദിവസമായി. 30 ദിവസം. എങ്ങനെ 30ാമത്തെ ദിവസം വരുന്നേ? 1-ാം മാസം എത്രാം തീയതി ഇറങ്ങിയേ? പെട്ടെന്ന് പറഞ്ഞേ. 1-ാം മാസം എത്രാം തീയതി ഇറങ്ങിയേ? 15-ാം തീയതി. 2-ാം മാസം 15 എന്ന് പറയുമ്പോൾ ലൂണാർ കലണ്ടർ 30 ഉള്ളൂ, 29 30 ഉള്ളൂ. സോളാർ കലണ്ടറാണ് 30 31 ഉള്ളത്. അപ്പൊ ലൂണാർ കലണ്ടർ വെച്ചോണ്ട് ബൈബിളിന്റെ കലണ്ടർ എല്ലാം പോകുന്നത് ലൂണാറില്ല. 1-ാം മാസം 15-ാം തീയതി ഇറങ്ങി. 2-ാം മാസം 15-ാം തീയതി എത്തിയപ്പോ എത്ര ദിവസമായി? പെട്ടെന്ന് വാ. 30. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം 50ാമത്തെ ദിവസം എന്നാ. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ എത്രാമത്തെ ദിവസം എന്നാ? 50ാമത്തെ ദിവസം. എന്തോ 50ാമത്തെ ദിവസം കാണാൻ പോവാ. 30ാമത്തെ ദിവസം സീൻ മരുഭൂമിയിലെത്തി. സീൻ മരുഭൂമിയിൽ നിന്ന് അവർ അടുത്ത സ്ഥലത്തേക്ക് പോയി. അടുത്ത സ്ഥലത്തിന്റെ പേരാണ് രഫദീം. അവിടെ ചെന്നപ്പം അവർക്കൊരു ഭയങ്കര യുദ്ധം വന്നു. അവിടെ ചെന്നപ്പോഴാണ് വെള്ളമില്ലാതെ. അവിടെ വെച്ച ദൈവം പാറയിലെ വെള്ളം കൊടുക്കുന്നത്. ഹോരേബിൽ പാറയിൽ നിന്നുള്ള വെള്ളം കൊടുക്കുന്നത്. അവിടെ വെച്ചൊരു യുദ്ധം നടന്നു. അമാലേക്ക് എന്ന് പറഞ്ഞൊരു ജാതിയുമായിട്ടൊരു യുദ്ധം നടന്നു. ശ്രദ്ധിച്ചേ, അമാലേക്ക് എന്ന് പറയുന്നത് ബൈബിളിൽ പറഞ്ഞേക്കുന്നു 33 രാക്ഷസ ജാതികൾ ഉള്ളതിൽ 31 എണ്ണത്തിന്റെ പേര് യോശുവയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടോട്ടലി ചരിത്രങ്ങൾ പറയുന്നു 33 എണ്ണമുണ്ട്. ഈ 33 എണ്ണത്തിൽ ടോപ്പ് ആരാന്നറിയാമോ? അമാലേക്ക്. സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അമാലേക്ക് സകലരിലും മുമ്പൻ, അവന്റെ വീഴ്ച ഭയങ്കരമാണെന്ന്. ബിലയാമെന്ന് പ്രവചിക്കുന്നുണ്ട്. സകല ജാതികളിൽ മുമ്പൻ ആരാ? അമാലേക്ക്. അവനാ ഇവരോട് യുദ്ധത്തിന് വന്ന്. ഭയങ്കര അതികായകന്മാർ യുദ്ധത്തിന് വന്നു. അപ്പൊ ദൈവം പറഞ്ഞില്ല, ഹലോ എക്സ്ക്യൂസ് മീ, ഇവര് വരുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊജക്റ്റ് അല്പം ഒന്ന് മാറ്റുക. അങ്ങനെ ദൈവം പറഞ്ഞോ? മക്കളെ, ദൈവം അങ്ങനെ പറഞ്ഞോ? ഇല്ല. ദൈവം അന്നേരം പറഞ്ഞ മോശയോട് പറഞ്ഞ പർവ്വത മുകളിൽ കയറി കരങ്ങളെ ഉയർത്തി നിൽക്കുക.
അഹരോനും ഹൂരും കരങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ. യോശുവ താഴ്വര യുദ്ധം ചെയ്യട്ടെ. ബൈബിളിൽ 17 പുറപ്പാട് 17:13 എഴുതി വെച്ചേക്കുന്നു, അമാലേക്കിനെ അവന്റെ ജനത്തെയും യോശുവ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കളഞ്ഞു. അവിടെ യുദ്ധം നടന്നു. അടുത്ത 12ാമത്തെ സ്റ്റേഷൻ അവിടെ എന്നാ വന്നേന്ന് വേഗത്തിൽ കാണാം. പുറപ്പാട് 19 പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് 19 കണ്ടേ, ഒന്ന് നോക്കിക്കേ. പുറപ്പാട് 19 പെട്ടെന്നൊന്ന് വായിച്ചേ. ഇസ്രായേൽ മക്കൾ മിസ്രൈമീന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസം അതേ ദിവസം എവിടെ എത്തിച്ചേർന്നു? പറഞ്ഞു ഉറക്കെ വായിച്ചേ. ഇസ്രായേൽ മക്കൾ മിസ്രൈമീന്ന് ഇറങ്ങിയതിൻ്റെ 3-ാം മാസം അതേ ദിവസം. എന്തുവാ ഈ 3-ാം മാസത്തിൻ്റെ അതേ ദിവസം എന്ന് പറഞ്ഞാൽ അറിയാമോ? 3-ാം മാസത്തിന് അതേ ദിവസം എന്ന് പറഞ്ഞാൽ വെരി ഫസ്റ്റ് ഡേ ഓഫ് ദി 3rd month. 3-ാം മാസത്തിന് 1-ാം ദിവസം ഇസ്രായേൽ മക്കൾ സീനായി പർവ്വതത്തിന്റെ താഴ്വര കൊണ്ടുവന്നു. പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കണേ. 3-ാം മാസത്തിന്റെ 1-ാം ദിവസത്തെ ദിവസങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം, ഈ 3 മാസത്തിന്റെ 1-ാം ദിവസം എന്ന് ബൈബിളിൽ പറഞ്ഞേക്കുന്നതിനെ ദിവസങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം എത്ര ദിവസമായെന്ന് അറിയാമോ? കേട്ടോ, 1-ാം മാസത്തിന്റെ 15 ദിവസം ബാക്കിയുണ്ട്. എത്ര ദിവസമുണ്ട് ബാക്കി? പെട്ടെന്ന് പറഞ്ഞു, 15. 2-ാം മാസത്തിന് 30 ദിവസം. ഇപ്പൊ എത്ര ദിവസമായി? കണക്ക് മനസ്സിലായില്ല. 1-ാം മാസത്തിന്റെ എത്രാം തീയതി ഇറങ്ങിയേ? 15-ാം തീയതി. ആ മാസത്തിന് എത്ര ദിവസം ബാക്കിയുണ്ട്? 15. 2-ാം മാസത്തിന്റെ 30 ദിവസം. ഇപ്പൊ എത്ര ദിവസമായി? എത്രയായി? 45. 3-ാം മാസത്തിന് 1-ാം തീയതി പറഞ്ഞു 46. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ഇറങ്ങിയതിന്റെ 46-ാം ദിവസം സീനായി പർവ്വതത്തിന്റെ താഴ്വര വന്നു. എത്രാം ദിവസം വന്നു? കുഞ്ഞെ നിങ്ങൾ പഠിച്ചോ? എത്രാം ദിവസം വന്നു? 3-ാം മാസത്തിന് 1-ാം തീയതി എന്ന് എഴുതിയേക്കുന്നതിന്റെ കണക്ക് 46-ാമത്തെ ദിവസം മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയതിന്റെ 46-ാമത്തെ ദിവസം ദൈവം എവിടെ കൊണ്ടുവന്നു? പെട്ടെന്ന് സീനായി പർവ്വതത്തിന്റെ താഴ്വര കൊണ്ടുവന്നു. ഈ പർവ്വതത്തിൽ വെച്ചാണ് ദൈവം മോശയെ മിസ്രൈമിലേക്ക് അയക്കുന്നത്. നിങ്ങൾ പുറപ്പാട് 19 വീട്ടിൽ പോയി വായിച്ചോ. മോശ 47-ാം ദിവസം പർവ്വത മുകളിലോട്ട് കയറി ചെന്നു. എന്നെ ശ്രദ്ധിച്ചേ. പർവ്വത മുകളിലോട്ട് കയറി ചെന്നപ്പം ദൈവം മോശയോട് പറയുക, പുറപ്പാട് 19, നീ കണ്ടോ ഞാൻ മിസ്രൈമ്യരോട് ചെയ്തതും? കഴുകന്മാരുടെ ചിറകിൽ വഹിച്ച് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നീ കണ്ടോ? നീ ഇപ്പം പോയി ഇസ്രായേൽ മക്കളോട് പറയണം, ഇസ്രായേൽ ഭൂമി മൊത്തം എനിക്കുള്ളതാ. യാക്കോബ് ഗൃഹത്തോട് നീ പറയേണ്ടത് എന്തോ അറിയോ? ഭൂമി മൊത്തം എനിക്കുള്ളതാ. നിങ്ങൾ എൻ്റെ വചനം കേട്ടനുസരിച്ചാൽ നിങ്ങൾ എനിക്ക് ഭൂമിയിൽ വെച്ച് സകല ജാതികളിലും വെച്ച് ഒരു പ്രത്യേക ജനമായിരിക്കും. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ വംശവും സ്വന്തം ജനവും. ഇത് നീ പോയി യാക്കോബ് ഗൃഹത്തോട് പറയണം. ഞാൻ അല്പം കണക്ക് പറയുക 50 എന്നുള്ള ദിവസത്തെ പഠിപ്പിക്കാൻ. എത്രാം ദിവസം ഇവിടെ വന്നേ? അവർക്ക് പറ. 46. എത്രാം ദിവസം മോശ മേലോട്ട് കയറി ചെന്നു? എത്രാം ദിവസം കയറി ചെന്നു? 47. 47 കയറി ചെന്നപ്പോൾ ദൈവം എന്തു പറഞ്ഞു? നീ കണ്ടോ? ദൈവത്തിന്റെ പ്രൊജക്റ്റ് പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ വംശമാ. ഇതാണ് എൻ്റെ പ്രൊജക്റ്റ്. നിങ്ങളെ അവിടുന്ന് വിടുവിച്ച് രക്തത്തിന്റെ അടയാളത്തോടു കൂടി ഇവിടെ കൊണ്ടുവന്നത് വെറുതെ അല്ല. ഇതാണ് എൻ്റെ പ്രൊജക്റ്റ്. നീ പോയി യാക്കോബ് ഗൃഹത്തോട് പറയാൻ പറഞ്ഞു. മോശ താഴോട്ട് വന്നു. യാക്കോബ് ഗൃഹത്തോട് എല്ലാ മൂപ്പന്മാരെയും വിളിച്ചു. മൂപ്പന്മാരെ എല്ലാം വിളിച്ചിട്ട് ഇത് പറഞ്ഞു. മൂപ്പന്മാരെല്ലാം കൂടെ ഒരേ വാക്കി പറഞ്ഞു, യഹോവ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങള് എന്തോ ചെയ്യും? അനുസരിക്കും. ഇത് മോശ ദൈവത്തെ അറിയിക്കാൻ 48-ാം ദിവസം വീണ്ടും പർവ്വതത്തിലേക്ക് കയറി. 48-ാം ദിവസം മേളിലോട്ട് കയറിയിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇസ്രായേൽ ഗൃഹം പറയുന്നു ദൈവം പറയുന്നത് എല്ലാവരും അനുസരിച്ചോളാവുന്നു. അന്നേരം ദൈവം പറയുന്നേ, ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കണേ, എന്നെ ശ്രദ്ധിച്ചു കേട്ടെ. എത്രാം ദിവസം ഇവിടെ കൊണ്ടുവന്നേ? 46. എത്രാം ദിവസം മോശ മേളിലോട്ട് കയറി? 47. 47-ാം ദിവസം കയറിയപ്പോൾ ദൈവം എന്ത് പറഞ്ഞു? ദൈവത്തിന്റെ പ്രൊജക്ട്. വെരി ഗുഡ്. എന്ത് പറഞ്ഞു? ദൈവത്തിന്റെ ആ വേർഡ് പറഞ്ഞു. ദൈവത്തിന്റെ പ്രൊജക്ട് പറഞ്ഞു. ഇസ്രായേൽ മക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പറഞ്ഞു.
മോശ താഴോട്ട് ഇറങ്ങി 47-ാം ദിവസം മൂപ്പന്മാരെ എല്ലാം വിളിച്ചു പറഞ്ഞു. മൂപ്പന്മാരെല്ലാം എന്തു പറഞ്ഞു? ഞങ്ങളെല്ലാം അനുസരിക്കാം. മോശ 48-ാം ദിവസം വീണ്ടും മേളിലോട്ട് കയറിയപ്പം ദൈവം പറഞ്ഞു, അവരനുസരിക്കാമെന്ന് പറഞ്ഞല്ലോ, എന്നാലൊരു കാര്യം ചെയ്യാം, ഞാൻ 3-ാം ദിവസം നിങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരാം. പക്ഷെ 3-ാം ദിവസം ഇറങ്ങി വരുന്നതിന് മുമ്പേ ഇന്നും നാളെയും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. ഞാൻ 3-ാം ദിവസം, നിങ്ങൾക്ക് ഈ കണക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്നും നാളെയും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. 3-ാം ദിവസം ഞാൻ നിങ്ങളുടെ മധ്യേ ഇറങ്ങി വരാം. എങ്ങനെ ശുദ്ധീകരിക്കേണ്ടത്? നിങ്ങൾ കുളിക്കണം. ബൈബിൾ എഴുതിയിട്ടുണ്ട്. വസ്ത്രം അലക്കണം. ഞാൻ അതിൻ്റെ കൂടുതൽ ആഡ് ചെയ്ത് പറയാം, പല്ല് തേക്കണം. ഇനിയും അടുത്ത ബൈബിളിൽ പറഞ്ഞേക്കുന്ന വേർഡ്, ഞാൻ ഇറങ്ങി വരുന്ന പർവ്വതത്തിൽ ഒരുവനും തൊടല്. ഒരു മൃഗമാകട്ടെ മനുഷ്യനാകട്ടെ അതിൽ മേയരുത്. അതിനെ അതിർത്തി കെട്ടിത്തിരിക്കണം. 3-ാം ദിവസത്തേക്ക് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. ഒരിക്കൽ കൂടെ വേഗത്തിൽ. എത്രാം തീയതി ഇവിടെ വന്നേ? ദൈവം കൊണ്ടുവന്നേ? ഉറക്കെ പറ. നിർത്താൻ പോവാ. എത്രാം ദിവസം മോശ കയറിയത്? 47. 47-ാം ദിവസം തന്നെ മോശ താഴേക്ക് ഇറങ്ങിയെന്ന് ജനത്തോട് പറഞ്ഞു. പിന്നെ എത്നാ കയറിയ മോശ? 48. അന്നേരം ദൈവം എന്തു പറഞ്ഞു? ഇന്ന് 48, നാളെ എത്ര ദിവസമായി? നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. 3-ാം ദിവസം ഞാൻ നിങ്ങളുടെ മധ്യേ. പുറപ്പാട് 19 പറയുന്നു, 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ. കേൾക്കുന്നുണ്ടോ? 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ പർവ്വതം മുഴുവനും അഗ്നി ഇറങ്ങി വന്നു. ഹോരേബിലല്ല തീ ഇറങ്ങി വന്നേ, സീനായി പർവ്വതം മുഴുവനും തീ ഇറങ്ങി വന്നു. പർവ്വത കുഞ്ഞാടിനെ പോലെ തുള്ളിച്ചാടാൻ തുടങ്ങി. പർവ്വത മുട്ടാടുകളെ പോലെ ആടാൻ തുടങ്ങി. പർവ്വതത്തിൽ കത്തിയ തീ ആകാശത്തിന്റെ മധ്യത്തോളം ആളിക്കത്തി. ആ ആളിക്കത്തുന്ന തീയുടെ അടുക്കലേക്ക് ആർക്കും ചെല്ലാൻ പേടിയാ. അവിടെ നിന്ന് കാഹളനാദം, ഇടിനാദം, ദൈവത്തിന്റെ ശബ്ദം, ഇതെല്ലാം കേട്ടിട്ട് 30 ലക്ഷം വരുന്ന ജനം പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കണ്ട, ഓടുക. പക്ഷേ അടുത്ത വേർഡ്, ആളിക്കത്തുന്ന പർവ്വതത്തിന്റെ തീക്കകത്തേക്ക് ദൈവം ഒരാളെ വിളിച്ചു. പുറപ്പാട് 19:20 കിടപ്പുണ്ട്. ദൈവം പറഞ്ഞു, മോശയുടെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, വാ, നീ ആളിക്കത്തുന്ന ഈ പർവ്വതത്തിന്റെ അകത്തേക്ക് നീ ഇങ്ങ് കയറി വാ, നീ താഴ്വര നിൽക്കണ്ട. ഞാൻ ഇന്ന് രാത്രിയിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് വേഗത്തിൽ നിർത്തുക. എൻ്റെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, പുതിയ നിയമത്തിലെ പെന്തക്കോസ്തിലേക്ക് വരുന്നതിന് മുമ്പേ വേഗത്തിൽ എൻ്റെ ചോദ്യം കേൾക്കുക. 50-ാം ദിവസം ദൈവം ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ് സീനായി പർവ്വതത്തിൽ സെലിബ്രേറ്റ് ചെയ്യാൻ ദൈവം നിശ്ചയിച്ചിരിക്കെ. കേൾക്കുന്നുണ്ടോ? 50-ാം ദിവസം, മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയ 50-ാമത്തെ ദിവസം, ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ് സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവം സെലിബ്രേറ്റ് ചെയ്യാൻ ദൈവം റെഡി ആയിരിക്കെ. നിന്നെ ഏത് ചെങ്കടലിനെ തടക്കാൻ പറ്റുന്നേ? നിന്നെ ഏത് മരുഭൂമിക്ക് തടയാൻ പറ്റുന്നേ? മനസ്സിലാവുന്നുണ്ടോ? നിന്നെ ഏത് ഷൂർ മരുഭൂമിക്ക് മാറായിക്ക് വന്ന് നിന്നെ അടയ്ക്കാൻ പറ്റുന്നേ? നിന്നെ ഏത് അമാലേക്കിനെ തടയാൻ പറ്റുന്നേ? ദൈവത്തിന്റെ സമയത്ത് അത് ചെയ്യുമെങ്കിൽ പുതിയ നിയമ പെന്തക്കോസ്ത് അനുഭവം ഇന്ന് രാത്രിയിൽ ഈ തലമുറയുടെ മീതെ ഞാൻ ആഴമായി പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ ക്യാമ്പ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പേ ഈ രാത്രിയിൽ പെന്തക്കോസ്തിന്റെ ഒരു അനുഭവം നിങ്ങളുടെ മീതെ ഇറങ്ങി വരട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ദൈവത്തോട് നന്ദി പറഞ്ഞേ. പഴയ നിയമത്തിൽ ആട്ടുകൊറ്റന്റെ രക്തത്തിൽ വിടുതലായവരോട് ദൈവം റിഹേഴ്സലിന് അങ്ങനെ ചെയ്തതെങ്കിൽ, ഏത് മരുഭൂമിക്ക് ഇവരെ തടയാൻ പറ്റും? പറ. ഫറവോന് തടയാൻ പറ്റുമോ? നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു വന്നേ. മരുഭൂമിക്ക് ഇസ്രായേൽ മക്കളെ റംസേസിൽ നിറക്കിയത് 15-ാം തീയതിയാ. ബൈബിൾ ഡേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം അവരെ 50-ാം ദിവസം സീനായി പർവ്വതത്തിൽ ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ ദൈവം നിശ്ചയിച്ചിരിക്കുക. ഇനി നിങ്ങൾ പറ, ആർക്ക് ഇവരെ തടയാൻ പറ്റും? മിണ്ടാതിരിക്കാതെ പറഞ്ഞേ. ആർക്ക് തടയാൻ പറ്റും? ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ചെങ്കടലിന് തടയാൻ പറ്റുമോ? ജോസിഫസ് പറയാ 2 ലക്ഷം പടയാളികളായിരുന്നു ഫറവോൻ ഉണ്ടായിരുന്നെന്ന്. ആ പടയാളിക്ക് തടയാൻ പറ്റുമോ?
അടുത്തത്, ഏത് മരുഭൂമിക്ക് തടയാൻ പറ്റും? ഏത് അമാലേക്കിന് തടയാൻ പറ്റും? ഏത് പർവ്വതത്തിന് തടയാൻ പറ്റും? ആർക്കും തടയാൻ പറ്റത്തില്ലെങ്കിൽ ഇന്ന് രാത്രി മലബാറിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ മീതെ ദൈവം അഭിഷേകം പകരാൻ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ ദൈവത്തിന്റെ കൂടെ നടന്നാ മതി. നിന്റെ മീതെ ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ യുണീക്കാ. ദൈവം നിന്റെ മേൽ പകർന്ന അഭിഷേകം യുണീക്കാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ തട്ടി ഒന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞ്. ദൈവം സകലവതും സമയത്ത് ചെയ്യും. ഫറവോൻ വരുന്നത് കൊണ്ട് ദൈവത്തിന്റെ സമയം. ഈ രാത്രി വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രതികരിച്ച് ദൈവത്തോട് പ്രതികരിച്ച് നിങ്ങളുടെ മീതെ കിടക്കുന്ന വിളി ഇതേ വിളിയാ. 1 പത്രോസ് 2:9, നിങ്ങളെയോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഇന്ന് രാത്രി അല്പസമയം ആ കാര്യങ്ങളെ തട്ടി ദൈവത്തോട് നന്ദി പറഞ്ഞ്. സീനായി പർവ്വതത്തിൽ ഇറങ്ങിയത് ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ് ആയിരുന്നു. വിശ്വസിക്ക. പഴയ നിയമത്തിൽ യാതൊന്നിനും തടയാൻ പറ്റിയില്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ എന്റെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി. എടാ, ഉയർപ്പിനെ തടയാൻ പറ്റിയില്ലെങ്കിൽ കുഞ്ഞെ, ഇത് കഥയല്ല, ഇത് ജീവന്റെ വചനമാ. നീ ആഴത്തിൽ ഇത് മനസ്സിലാക്കിയാൽ റോമൻ പടയാളിക്ക് തടയാൻ പറ്റത്തില്ല. ഇമ്പീരിയൽ മുദ്രയ്ക്ക് തടയാൻ പറ്റത്തില്ല. When the Pentecost has fully come, പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ ഒരു മതപുരോഹിത വർഗത്തിനും തടയാൻ പറ്റത്തില്ല. ഈ മലബാറിന്റെ മീതെ ഒരു കൂട്ടം തലമുറ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെ. ഇരുളിന്റെ ശക്തിക്ക് തടയാൻ പറ്റത്തില്ല കുഞ്ഞെ, പറ്റത്തില്ല. ഇന്ന് രാത്രി ആ കാര്യങ്ങളെ തട്ടി ദൈവത്തോട് നന്ദി പറഞ്ഞ് അല്പസമയം വായികളെ തുറന്ന് നന്ദി പറഞ്ഞ്. When the Pentecost has fully come, യഹൂദൻ പേടിച്ചിരിക്കുക. 120 പേര് പേടിച്ചിരിക്കുക. ആരെങ്കിലും പീഡിപ്പിക്കുമോ? ആരെങ്കിലും അറിഞ്ഞാൽ ജയിലിടുമോ? ആരെങ്കിലും അറിഞ്ഞാൽ സിനഗോഗിന്റെ മുമ്പിൽ പോയി നിൽക്കുമോ? പക്ഷെ പരിശുദ്ധാത്മാവിന് ഇതൊന്നും തടസ്സമല്ലെങ്കിൽ നിന്റെ മീതെയും പരിശുദ്ധാത്മാവ് വ്യാപരിക്കാൻ. കർത്താവേ, അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മീതെ അങ്ങയുടെ അഭിഷേകം പകരണമേ. ബലഹീനരായ അങ്ങയുടെ ശിഷ്യന്മാരുടെ മീതെ, മുക്കുവന്മാരായ ശിഷ്യന്മാരുടെ മീതെ അഭിഷേകം അവരുടെ മീതെ പകർന്നതുപോലെ കർത്താവേ, ഞങ്ങളുടെ മീതെ അങ്ങയുടെ അഭിഷേകം പകരണമേ. ഈ രാത്രി പ്രാർത്ഥിക്കുക, അങ്ങനെ പ്രാർത്ഥിക്കുക, ചോദിക്കുക. ആ കണ്ണുകളെ അടച്ച് ആ കരങ്ങളെ തട്ടി വായികളെ തുറന്ന് നന്ദി പറഞ്ഞ്. പറ്റത്തില്ല കുഞ്ഞേ. When the Pentecost has fully come, 50-ാം ദിവസം വരുമ്പം 50-ാം ദിവസം വരുമ്പം ഉറമന ശമന ബരഗനഗ നഗന റിഹേഴ്സലിന് അവരെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നെങ്കിൽ ഒറിജിനൽ രക്തത്തിന്റെ അന്ന് വീണ്ടെടുക്കപ്പെട്ട വെള്ളി, പൊന്ന് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ഇന്ന് രാത്രി പ്രാപിക്കുക. സ്വർഗീയ അഭിഷേകം പ്രാപിക്കുക. ദൈവം സകലത്തിനൊരു സമയം വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവജനം അഭിഷേകത്തിൽ നിറയട്ടെ.
ലാംദര പ്രഭാരക ശമന പ്രഭന ധഗന രഗന അൽക്കർ പ്രഭന ജഗന ധഗന. കുഞ്ഞെ, നിന്റെ കണ്ണുകളെ അടച്ച് ആ രണ്ട് കരങ്ങളെ ഒന്ന് തട്ടി, രണ്ട് കരങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് അടിച്ചു നന്ദി പറഞ്ഞേ. നിന്റെ വായികളെ തുറന്നേ, നിന്റെ വായികളെ തുറന്നേ. ഇന്ന് രാത്രി അഭിഷേകം പ്രാപിക്കാതെ ഇവിടുന്ന് പോകല്ല്, പോകല്ല്, പോകല്ല്. അടിമത്തത്തിന്റെ നുകം വെട്ടി ദൈവം ഇസ്രായേലിനെ നടത്തിയതുപോലെ നിന്റെ മുമ്പിൽ ഏത് പ്രതിസന്ധി വന്നാലും രാംദല പ്രഭാനകാരകനകന ഓ പരിശുദ്ധാത്മാവേ, ഈ കുഞ്ഞുങ്ങളുടെ മീതെ, ഈ തലമുറയുടെ മീതെ ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞു പോലും വെറുതെ പോകല്ലേ, ഒരു കുഞ്ഞു പോലും വെറുതെ പോകല്ലേ. അവർ കൂടിയിരുന്നവരുടെ മേലിൽ ഇറങ്ങി വന്നതുപോലെ ഓ നിന്റെ മീതെ പുതിയ നിയമത്തിന്റെ അഭിഷേകം വരുന്നത് തലയ്ക്ക് മീതെ അല്ല, നിന്റെ മീതെ വരുന്നത് അകത്ത, നിന്റെ ഉള്ളിലാ വരുന്നത്. ഇന്ന് രാത്രി അഭിഷേകത്തിൽ നിറയ, നിറയ. നീ ദൈവത്തിന്റെ ആലയമോ. പ്രഭനം ജാനം ജാനം ധേരം പ്രഭുനം ശകനം ദാനം. ഓ വെളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. നിറയ കുഞ്ഞ്, നിറയ, 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 നിറയ. ദൈവം സകലതും സമയത്ത് ചെയ്യും. ഇത് കഥയല്ല, ഇത് കഥയല്ല. ഇസ്രായേലിനെ കാട്ടിലും ശ്രേഷ്ഠകരമായ ഒരു ജനമാ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇസ്രായേലിനെ കാട്ടിലും അവർ ആട്ടുകൊറ്റന്റെ രക്തത്തിൽ റിഹേഴ്സൽ ചെയ്തവരാ, റിഹേഴ്സൽ ചെയ്തവരാ. നീ റിഹേഴ്സൽ ചെയ്തതല്ല, നിന്നെ ദൈവം വിടുവിച്ചത് ഒറിജിനൽ എന്നാ. നിന്നെ വിടുവിച്ചത് ഒറിജിനലിന്റെ ആണോ? പഴയ നിയമത്തിൽ മിസ്രൈമിനെ ഇളക്കിയതെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സ്വർഗത്തിന് ഭൂമിക്കും സമാധാനം ഉണ്ടാക്കി. പ്രവനം ദാനം ദാനം വൈഡം ദാനം വൈഡം പ്രകലം ദാനം. നിറയുക, നിറയുക, നിറയുക. ഈ രാത്രി കുഞ്ഞെ അഭിഷേകത്തിൽ നിറയുക. എന്റെ എല്ലാ സഹോദരങ്ങളും അഭിഷേകത്തിൽ നിറയുക.